ഞാൻ Athira Sooraj. ഇന്ന് Kifaya കേക്കിന്റെ ബേസ് ആയിട്ടുള്ള പിസ്താഷ്യോ വെച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫില്ലിംഗ് കൊടുത്തിട്ട് അസംബിൾ ചെയ്തിട്ട് എങ്ങനെ ഒരു പേസ്ട്രി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പാൻ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തൂവി വെക്കാം. അതിനുശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൈഡ്സിലും ബ്രഷ് ചെയ്യണം നന്നായിട്ട്, എല്ലാ ഭാഗവും കവർ ആവുന്ന പോലെ. അതേപോലെ രണ്ട് പാനും ഒരേപോലെ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ മുറിച്ച് വെക്കണം ബട്ടർ പേപ്പർ കറക്റ്റ് അളവ് വെച്ചിട്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വയ്ക്കാം, രണ്ടിലും വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും കൂടെ ഒന്ന് ജസ്റ്റ് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് കേക്ക് ടിന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 4 മുട്ട, അതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത് 1 കപ്പ് മൈദ. ആ 1 കപ്പ് മൈദയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, അത്രയും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇത് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ പാല്, പിന്നെ ഒരു 100 ഗ്രാം പിസ്താഷ്യോ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റായി വന്ന എഗ്ഗിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. അത് 2 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബീറ്റ് ചെയ്യാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. ഇത് മൈദയിൽ കോൺഫ്ലോറും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ വിസ്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഒന്നും കൂടെ അരിച്ചിട്ട് നമുക്ക് ഈ ഫ്ലോറിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ ചെയ്താൽ മതി. കുറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ നോർമൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് പോലെ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഒരു തവണ നമ്മൾ മൈദ ഇട്ടാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ. അങ്ങനെ ബാച്ചായിട്ട് ഇത് രണ്ടും കൂടെ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ പിസ്താഷ്യോ അതും കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് 100 ഗ്രാം പിസ്താഷ്യോൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മധുരം കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആ ബാറ്റർ ഇനി 2 പാനിലേക്കായിട്ട് ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഞാനിത് വെയ് ചെയ്യാണ് ചെയ്യുന്നത്. വെയ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സ്പഞ്ച് ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 600 ഗ്രാം മാക്സിമം മതി. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പും അതിൻ്റെ ക്രീമും എല്ലാം കൂടെ ചേരുമ്പോൾ 1 കിലോ ആയിട്ട് മാറും. ഇത് നല്ല സ്പഞ്ചി ആയിട്ട് വരുന്ന കേക്കാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് നമുക്ക് ഒരു 200 ഗ്രാം ഒരു പാനിൽ എടുത്താൽ മതിയാവും. കാരണം ഇത് 6 ഇഞ്ചിൻ്റെ പാനാണ്. രണ്ടിലും 200 ഗ്രാം വീതം നമുക്ക് എടുക്കാം. ഇത് മോർഫി റിച്ചാർഡ്സിൻ്റെ അവനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്. നോർമലി ഒരുവിധം കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിലുള്ള ഈ ട്രേ റിമൂവ് ചെയ്യാറില്ല. പിന്നെ ഇത് എങ്ങനെയാണ് ചൂടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് 180 ഡിഗ്രിയിലാണ് നമ്മൾ സാധാരണ എല്ലാ കേക്കുകളും ബേക്ക് ചെയ്യുന്നത്.
അപ്പോൾ 180ലേക്ക് നമ്മൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മുകളിലെയും താഴെയുള്ള റോഡ് ചൂടാക്കണം. അതിൻ്റെ സൈൻ ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴത്തെ മാത്രം ചൂടാക്കാൻ മതിയെങ്കിൽ അതിവിടെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. 2 റോഡും ആദ്യം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക ഒരു 10 മിനിറ്റ് സമയത്ത്. ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓഫാക്കാം. കറക്റ്റ് 10 മിനിറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് കേക്ക് ഇതിനകത്തേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് മിഡിൽ ട്രയലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു 20-25 മിനിറ്റ് വരെ ടൈം കൊടുക്കാം. അപ്പോൾ 25 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കേക്ക് അസംബിൾ ചെയ്യുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ട്രോപ്പലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ക്രീമാണ് ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കേക്ക് അസംബിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് അല്പം ക്രീം ബോർഡിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പിൽ പൈനാപ്പിളിൻ്റെ കുറച്ച് ക്രഷും ചേർത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിത് സോക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിൽ ഒരു വിപ്പിംഗ് ക്രീം ഒരു ചെറിയ ലെയർ കൊടുക്കാം. വളരെ തിന്നായിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് ആപ്പിളാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ബട്ടർസ്കോച്ചിൻ്റെ കുറച്ച് ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ വയ്ക്കാം. നെക്സ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം വയ്ക്കാം. നെക്സ്റ്റ് ലെയറിൽ ഞാൻ ചേർക്കുന്നത് ഇന്നലെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പിസ്താഷ്യോ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഒരു ലെയറായിട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട്. നെക്സ്റ്റ് ലെയറിൽ നമ്മൾ ബട്ടർസ്കോച്ചിന് കുറച്ച് ക്രഷാണ് ഞാൻ ചേർക്കുന്നത്. ഈ ലെയറിൽ സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർക്കുന്നത്. ഇത് ഫൈനൽ ലെയറാണ്. അത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ആപ്പിൾ കൊടുക്കുക. കുറച്ച് ചിപ്സ് ഇടാം. ബട്ടർസ്കോച്ചിൻ്റെ ചിപ്സാണ്. എന്നിട്ട് നമ്മുടെ ഫൈനൽ കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് അടുത്തൊരു കോട്ടും കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഫൈനൽ കോട്ടാണ്. അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏതാണ്ട് ഷാർപ്പ് എഡ്ജ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഡ്ജസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ നമ്മൾ കേക്ക് ബോർഡ്
ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ ഡെക്കറേഷൻ്റെ ഇതിലേക്ക് പോകുന്നത്. ഇത് പിസ്ത കേക്ക് ആയതുകൊണ്ട് ഒരു ലൈറ്റ് പച്ച കളറിലുള്ള അല്ലെങ്കിൽ പിസ്ത കളറിൽ ഉള്ള ഒരു വിപ്പിംഗ് ക്രീമിന് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഒരല്പം ഗ്രീൻ കളർ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു ഫോൾട്ട് ലൈൻ മെത്തേഡിലാണ് ഇതിൽ ഞാൻ ഈ പിസ്ത കളറിൽ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ നമുക്കിതിൽ ചെയ്ത് നോക്കാം. ചെറുണ്ട് എന്ത് ബീക്കോ? അത്ര മതി. കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.